ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. കൈക്കൂലി വാങ്ങിച്ചവനെ എന്ത് ചെയ്യണമെന്ന് ആന്റിയുടെ കഴിവെന്താണെന്ന് നിധിക്ക് അറിയില്ലല്ലോ. എല്ലാം അറിയാവുന്ന ഗൗതമിന് അതൊന്ന് ഓർത്തെടുക്കാനുള്ള അവസരം അവൾ കൊടുക്കുകയില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ആന്റിക്കിപ്പോ ദേഷ്യം വന്നാലും ഞാനത് പറയുകയും ചെയ്യും. ഇക്കണക്കിന് പോയാ ഗൗതമിനെ അവള് ജീവനോടെ തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റിക്ക് ഏതെങ്കിലും വിധത്തില് ഗൗതമിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ആ വഴി നോക്ക്. ഞാൻ പേടിയോണ്ട് പറയാ, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യാനാ ശിവാനി? ആകുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയതല്ലേ. ഒന്നും അവന്റെ തലയിലേക്ക് കയറാൻ ആ വൃത്തികെട്ടവൾ അനുവദിക്കില്ലല്ലോ. ആന്റിക്ക് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് വഴി? കര കയറാനാവാത്ത പടുകുഴിയിൽ നിൽക്കുന്ന ഗൗതമിന് ഇപ്പൊ ഒന്ന് കൈ കൊടുത്ത് സഹായിക്കാൻ ആന്റിക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താ ആന്റിയുടെ മോൻ ആന്റിയുടെ അരികിലേക്ക് തിരികെ വരും. അതിലെനിക്ക് ഉറപ്പുണ്ട്. ആദ്യം നീ നിന്റെ ഐഡിയ പറയേ. ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് തോന്നിയ ചെറിയൊരു ഐഡിയ. വർക്കാവൂന്ന് ആന്റി തന്നെ ഒന്ന് ആലോചിക്കും. ഗുഡ്. നിന്റെ ബ്രെയിനും വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. 2 കോടി 2 CR അത് വെച്ചൊരു കളി. ഇത് നടക്കും ശിവാനി. നിധി, നാളെ നീ പെടും. എന്താ ഗൗതം ഇത്രയും വൈകിയത്? ഗൗതം, എന്താ ഗൗതം ഒന്നും പറയാത്തത്? പോയ കാര്യം എന്തായി? എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമായിരുന്നോ? ഇനി നേരം വരെയും ഞാൻ പോയി മുട്ടാത്ത മാതൃകളില്ല, കാണാത്ത ഉദ്യോഗസ്ഥരില്ല. എല്ലാവർക്കും ഒരേ മറുപടി പറയാനുള്ളൂ. ആ സോയിൽ ടെസ്റ്റിംഗ് ഓഫീസറുടെ പേര് മോഹൻദാസ് വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്ന്. ഈ മോഹൻദാസ് വിചാരിച്ചാൽ നമ്മുടെ പ്രോജക്ട് തടയാൻ പറ്റുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാ CKC അയാളെ തന്നെ പിടിച്ച് കളിച്ചത്. എന്തിന്? മോഹൻദാസിന്റെ സീനിയർ ഉദ്യോഗസ്ഥനെ അവരെ പോയി കണ്ടു. സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടിൽ ഫൈനൽ ഡിസിഷൻ മോഹൻദാസിന്റെ മാത്രമാണെന്ന് പറഞ്ഞ് അയാളും കൈയൊഴിഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് സഹായം പറ്റിയിട്ടുള്ളവർ പോലും എന്നെ കാണുമ്പോ ഇപ്പൊ മുഖം തിരിച്ചു നടക്കുക. സത്യം പറഞ്ഞ ഇനി എന്നെ കൊണ്ട് ഒന്നും നടക്കും തോന്നുന്നില്ല. ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആവല്ലേ ഗൗതം? ഇനി ഞാൻ എന്തിനാണ് പ്രതീക്ഷിക്കേണ്ടത്? എന്റെ കയ്യിൽ പണമില്ല, പിടിപാടില്ല, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് എന്ന പിൻബലവുമില്ല. ഒന്നിനും കഴിവില്ലാത്തവനെ ഞാൻ മാറിക്കഴിഞ്ഞു. സത്യം നീ പറഞ്ഞത്. ഇനി എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. എല്ലാം ഈ പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നത് നല്ലത്. വെറുതെ ഇങ്ങനെ ആറും പറ്റുന്ന വാക്കുകൾ പറയല്ലേ ഗൗതം. ഇങ്ങനെ ഒരു തടസ്സം ഒരു ഓഫീസർ ഉണ്ടാക്കിയാൽ അതിനെ മറികടക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കൂ. ഏയ്, ഗൗതം, പറയുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്. ബിസിനസിന്റെ കാര്യത്തിൽ ഗൗതമിനുള്ള അറിവ് മറ്റൊരാൾക്ക് ഈ ഫീൽഡിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എക്സ്പീരിയൻസ് എന്നൊന്നും ഉണ്ടല്ലോ. അങ്ങനെ ആരോടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാലോ? ഇനി ആരോട് ചോദിക്കാനാ? എന്റെ ഈഗോ വെച്ച് ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാതിരുന്നിട്ടൊന്നുമില്ല. ഇന്ന് തന്നെ ഞാൻ ബിൽടെക്കിലെ ദേവരാജൻ സാറിനെ കണ്ടു, ഫാന്റസി വേൾഡിലെ മുസ്തഫ സാറിനെ കണ്ടു. അങ്ങനെ എത്ര പേരോട് അഭിപ്രായം ചോദിച്ചു? ഒരാൾക്കും ഒരു അഭിപ്രായം പറഞ്ഞു തരാൻ പറ്റിയില്ല. ആ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് വാങ്ങിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല.
എല്ലാവർക്കും ഒരൊറ്റ ഉപദേശമാണ്, വേറൊരു പ്രോപ്പർട്ടി നോക്കാൻ. അവിടെയും സീക്രസി ഇടപെട്ട് ഇതേ തടസ്സം ഉണ്ടാക്കില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇനി ഒന്നും നടക്കില്ല, അയാൾ നടത്തിക്കില്ല. നീ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് തരുമോ? ഗൗതം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ പറ. ഇടയ്ക്കിടയ്ക്ക് ഗൗതമിനെ വിളിക്കാറുള്ളൊരു രാജശേഖരൻ സാറില്ലേ? ആ, ചോദിക്കാതെ തന്നെ പുള്ളിക്കാരൻ പലപ്പോഴും ഗൗതമിനെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിനെ ഒന്ന് പോയി കണ്ടാലോ? രാജശേഖരൻ സാറിന് ഗൗതമിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, ഹോൾഡ്. എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാൻ അദ്ദേഹത്തിനാവില്ലേ? രാജശേഖരൻ സാറും പുതിയ പ്രോപ്പർട്ടി തന്നെ നോക്കാൻ പറഞ്ഞല്ലോ, ആ വാതിലും അടഞ്ഞില്ലേ? അടയുന്നെങ്കിൽ അടയട്ടെ, മുൻവിധി വേണ്ട. നാളെ തന്നെ രാജശേഖരൻ സാറിനെ ഒന്ന് പോയി കാണണം. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ഇനി അതായിട്ട് വേണ്ടെന്ന് വെക്കണ്ട, രാജശേഖരൻ സാറിനെ ഒന്ന് പോയി കാണാം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പറ്റിക്കാനാണോ പരിപാടി? ചേട്ടാ, പറയുന്നതൊന്നും മനസ്സിലാക്കാൻ. പറ്റിക്കൊന്നും അല്ല ഞാൻ. വരുമ്പോ തന്നെ പറഞ്ഞതല്ലേ കാര്യം. ഇതിപ്പോ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? അയ്യോ, ഒന്നും മനഃപൂർവ്വം അല്ല. എനിക്ക് കുറച്ച് സമയം കൂടി തരണം. ഡേറ്റ് തെറ്റിച്ച യാതൊരു തെയ്യം ഞാൻ കാണിക്കില്ല. എത്ര ദിവസമായി ഇവള് പറയണമെന്ന് ചോദിക്കുന്നു. ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ട് പോവില്ലേ? ഇനി മുതൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. കൃത്യം ഡേറ്റിന് തന്നെ ഞാൻ വാടക തന്നോളാം. ഈ മാസം തന്നിട്ടല്ലേ പിന്നെ അടുത്ത മാസത്തെ കാര്യം. ആദ്യം പോയി പൈസ എടുത്തോ. മനഃപൂർവ്വം തരാത്തതല്ല. എനിക്ക് ശമ്പളത്തിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. ബാങ്കിലെ അക്കൗണ്ടിന്റെ എന്തോ പ്രശ്നം കാരണമാണ്. ഇന്ന് തന്നെ ക്യാഷ് വരുമെന്നാ പ്രിൻസിപ്പാൾ പറഞ്ഞത്. വൈകുന്നേരം ഞാൻ വാടക വീട്ടിലെത്തിക്കാം.